വരദ മനോഹരമാക്കിയ നിമിഷങ്ങൾക്ക് ശേഷം പോയ ദിവസത്തിന്റെ മറുപകുതിയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. കഴിഞ്ഞ ദിവസം വിജ്ഞാനയാത്ര പൂർത്തിയായപ്പോൾ, രാത്രിയിൽ സമയം അതിക്രമിച്ചപ്പോൾ, യജ്ഞത്തിന്റെ ആദ്യ റൗണ്ട് വിജയിച്ചതിന് ശേഷം അടുത്ത ദിവസത്തേക്ക് മത്സരച്ചൂട് അവധിക്ക് വച്ചിരുന്നു ശ്രീ അരവിന്ദ് പൈ. ഇന്ന് യജ്ഞത്തിന്റെ രണ്ടാം റൗണ്ടിൽ തന്റെ മത്സരത്തിലെ ജൈത്രയാത്ര തുടരാൻ അരവിന്ദ് എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വാഗതം ചെയ്യാം മിസ്റ്റർ അരവിന്ദ് പൈ. വാക്ക് ഇറ്റ്. വെൽക്കം ബാക്ക് അരവിന്ദ്. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. I got a very peaceful sleep at night. നന്നായി ഉറങ്ങി? Yes. And it's a blessing again to see you on screen and spending some more time here. All the best അരവിന്ദ് പൈ. ഇക്കുറി അരവിന്ദ് വിചാരിക്കേണ്ടത് ഒരു സംഭവമാണ്. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനുള്ളതും നല്ലതിന്. തിരഞ്ഞെടുക്കൂ ഒരു വിഷയം. Yes. Aravind, you can make a move to the jury. ഇതെന്റെ സംഭവാന്വേഷണ പരീക്ഷണം. യജ്ഞം. പുതിയ വേഷത്തിലാണ് ഇന്ന്. ഇരിക്കും. ശ്രീ അരവിന്ദ് പൈ വിചാരിച്ച സംഭവം അത് അംഗീകരിക്കുന്നുണ്ടോ? കമ്പ്യൂട്ടറിന്റെ സഹായം മിസ്റ്റർ പൈക്കുണ്ടാകും. All the best. Thank you, sir. എൻ്റെ ആദ്യത്തെ ചോദ്യം, താങ്കൾ വിചാരിച്ച സംഭവം നല്ലതെന്നോ ചീത്തയെന്നോ കൃത്യമായി വേർതിരിക്കാവുന്ന ഒരു ഇൻസിഡന്റ് ആണോ? Can it be clearly described as a positive or rather a negative incident? Yes. Yes. ഒരു നല്ല സംഭവം? No. അല്ല. ഇന്ത്യയിൽ നടന്ന സംഭവം? No. അല്ല. ഏഷ്യയിൽ നടന്ന സംഭവം? No. അല്ല. 1950 ശേഷം നടന്ന സംഭവം? No, sir. 1900 ശേഷം നടന്ന സംഭവം? Yes. യൂറോപ്പിൽ നടന്ന സംഭവം? No. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ നടന്ന സംഭവം? No. 1900 ശേഷം നടന്ന സംഭവമാണ്. 1950 ശേഷം നടന്നതല്ല. അല്ല. അത് ഏഷ്യയിലല്ല നടന്നത്, യൂറോപ്പിലല്ല നടന്നത്, അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലും അല്ല നടന്നത്. അല്ല. ഗുഡ് 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 ഗുഡ്. രാഷ്ട്രീയവുമായി പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു സംഭവം? ഡയറക്റ്റ് ആയിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. Not at all a political incident. No. കലയുമായോ സാഹിത്യവുമായോ സ്പോർട്സുമായോ ബന്ധപ്പെട്ട ഒരു സംഭവം? No. ആ സംഭവം നടന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്? No. അല്ല. ആ സംഭവം നടന്നത് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലാണ്? No. ആയിരത്തി 1910 ശേഷമാണോ ആ സംഭവം നടന്നത്? Yes. മെൽവിന ഡി എന്ന വ്യക്തിക്ക് ആ സംഭവവുമായി ബന്ധമുണ്ടോ? I don't recollect. മെൽവിന ഡി. Yes. You can seek a lifeline. Yes. മെൽവിന ഡി അടുത്ത കാലത്താണ് മരിച്ചത്. ആ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്ന മെൽവിന ഡി അവസാനത്തെ വ്യക്തിയാണ്. അവർ ജീവിച്ചിരുന്നു, അവർ അടുത്ത കാലത്ത് മരിച്ചു. ആ സംഭവം നടക്കുമ്പോൾ ആ സംഭവത്തിന് കാരണഹേതുവായ അല്ലെങ്കിൽ കാരണഭൂതമായ വസ്തുവിനെ നിയന്ത്രിച്ചിരുന്നത് മിസ്റ്റർ സ്മിത്താണ്.
ശരിയാണോ? ക്യാപ്റ്റൻ സ്മിത്ത് ആണ് ആ വസ്തുവിനെ നിയന്ത്രിച്ചിരുന്നത്. Yes. Right, sir. ആ സംഭവത്തിന്റെ ഓർമ്മ, ആ സംഭവത്തിന്റെ സ്മരണ നമ്മുടെ എല്ലാം അറിവുകളിൽ നിലനിൽക്കുമ്പോൾ അതിനൊക്കെ ദശകങ്ങൾക്ക് ശേഷം ഈ ലോകത്തിൽ ജനിച്ച മനുഷ്യർക്ക് ആ സംഭവം അനുഭവവേദ്യമാക്കാൻ, ആ സംഭവം അനുഭവിച്ചറിയാൻ, അതിൻ്റെ ആഴം, അതിൻ്റെ തീവ്രത അതേ ദാർഢ്യത്തോടെ തിരിച്ചറിയാൻ ശ്രീ ജെയിംസ് കാമറൂൺ സഹായിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ശരിയാണ്. സോ മിസ്റ്റർ അരവിന്ദ് പൈ, താങ്കൾ വിചാരിച്ചത് ദ ഗ്രേറ്റ് ഡിസാസ്റ്റർ, ട്രാജഡി ആണ്, ടൈറ്റാനിക് ദുരന്തം. യെസ്. ടൈറ്റാനിക് ദുരന്തം വൈസ്റ്റാർ ലൈൻസ് നിർമ്മിച്ച അക്കാലത്തെ ഏറ്റവും വലിയ യാത്രാ കപ്പലായ RMS ടൈറ്റാനിക് ഒരിക്കലും മുങ്ങാത്തതെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷേ ആദ്യത്തെ യാത്രയിൽ തന്നെ ഒരു മഞ്ഞുമലയിലിടിച്ച് 2 മണിക്കൂറും 40 മിനിറ്റിനും ശേഷം 1912 ഏപ്രിൽ 15 മുങ്ങുകയും ആകെയുണ്ടായിരുന്ന 2223 യാത്രക്കാരിൽ 1517 പേരുടെ മരണത്തിനിടയാക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിലെ സതാംപ്ടൺ തുറമുഖത്തു നിന്നും ന്യൂയോർക്കിലേക്കായിരുന്നു കപ്പലിന്റെ കന്നിയാത്ര. യുനെസ്കോ ടൈറ്റാനിക് തകർന്ന സ്ഥലത്തെ ജലാന്തര സാംസ്കാരിക പൈതൃക പ്രദേശമായി സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അരവിന്ദ് പൈ, മെൽവിന ഡിയുടെ പേര് മറന്നു അല്ലേ? യെസ്. മെൽവിന ഡി ആയിരുന്നു ടൈറ്റാനിക് ദുരന്തത്തിൽ ഉൾപ്പെട്ട, ടൈറ്റാനിക് കപ്പലിൽ ഉണ്ടായിരുന്നവരിൽ അവർ കുറച്ചു കാലം ആയുള്ളൂ മരിച്ചിട്ട്, ജീവിച്ചിരുന്ന സ്ത്രീയാണ്. അവരുടെ ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് സിനിമ പോകുന്നത്. ആണ്. അശ്വമേധത്തിൻ്റെ 2ാം വരവിനോട് അനുബന്ധിച്ച് ഉള്ള പരിശീലനം എന്ന് പറയുന്നത് ആളുകളോട് കളിക്കുക, ഈ കളിയിൽ ഏർപ്പെടുക എന്നതാണ് പ്രധാന പരിശീലനം. ആ പരിശീലനം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി പരിശീലിക്കുന്ന വ്യക്തി അശ്വമേധത്തിൻ്റെയും കൈരളിയുടെയും സാരഥി കൂടിയായ, എക്സിക്യൂട്ടീവ് ക്രിയാത്മക സാരഥി കൂടിയായ ശ്രീ സന്തോഷ് പാലി എന്നോട് ആദ്യം മനസ്സിൽ വിചാരിച്ച് കളിച്ച പേരും മെൽവിന ഡിയുടേതാണ്. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ അരവിന്ദ് പൈ, ആൻഡ് യു ഹാവ് വൺ ദ ക്യാഷ് അവാർഡ്സ്, ഒപ്പം ഞങ്ങളുടെ സ്നേഹോപഹാരം. മിസ്റ്റർ പൈ, കൺഗ്രാറ്റുലേഷൻസ്, ഞങ്ങളുടെ സ്നേഹോപഹാരം. താങ്ക് യു സർ. ഒപ്പം മിർ റിയൽറ്റേഴ്സ് നൽകുന്ന ക്യാഷ് അവാർഡ്. താങ്ക് യു സർ. അശ്വമേധത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ മത്സരം, ഊർജ്ജസ്വലമായ ചിന്തകൾ വളരെ നന്നായി എല്ലാം. താങ്ക് യു സോ മച്ച്. ഇവിടെ വരാൻ പറ്റിയ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ആൻഡ് ഇറ്റ് വാസ് എ പ്ലഷർ ബീങ് ഹിയർ. Thank you. Wish you all the best. And let this show be a very grand success. Thank you, Mr. കപ്പൽ ഛേദത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയവൻ്റെ വ്യഥകളും വേദനകളും പിന്നീട് ചിത്രമായി ആവിഷ്കരിക്കപ്പെട്ടു. അവൾ അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ, അവൻ തന്നെയായി മാറുമ്പോൾ, അടർന്നു വീഴുന്ന കണ്ണുനീർത്തുള്ളികൾക്കും ചുംബനത്തിൻ്റെ ചൂടിനും ഇടയിൽ സംഭവിച്ചത് ഒന്നു മാത്രം, വീണ്ടും കാണും എന്നോ ഏതോ ജന്മത്തിലെന്ന ഓർമ്മയുടെ കയ്യൊപ്പ് മാത്രം. ഗുഡ് നൈറ്റ് ഫ്രം GS പ്രവീൺ.